ഹായ് ഇലക്ട്രിക്കൽ ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു ട്രിപ്ലി ടോക്സ്. ട്രിപ്ലി ടോക്സ് ഇന്ന് ഒരു എക്സൈറ്റിംഗ് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ ഡിസ്കഷൻ പോകുന്നത് 031/2024 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ കേരള വാട്ടർ അതോറിറ്റി എന്ന പോസ്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോസ്റ്റിലേക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ വരികയും 2024 തന്നെ നോട്ടിഫിക്കേഷൻ വരികയും അതിൻ്റെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 11-നായിരുന്നു. അതും കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് കേരള PSC. എക്സാം ഡേറ്റ് ഈ വരുന്ന ഡിസംബർ 3-ന് രാവിലെ 7 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 7 മണി മുതൽ 8:50 വരെയാണ് പുതിയ കേരള PSCയുടെ ടൈമിംഗ് അനുസരിച്ച് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ ശ്രദ്ധിക്കണം. 7 മണിക്ക് തന്നെ എല്ലാവരും എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം. 7 മുതൽ 7:20 വരെയാണ് എക്സാമിൻ്റെ മുന്നേ ഉള്ള ഒരു കട്ട് ഓഫ് ഒരു കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. അതിനുശേഷം 7:20 മുതൽ 8:50 വരെയാണ് പുതിയൊരു ടൈം. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കാറ്റഗറി നമ്പർ 031/2024. ഈ ഒരു പോസ്റ്റ് കേരള വാട്ടർ അതോറിറ്റിയിലേക്കുള്ളതാണ്. ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ. ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേ ഒന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാം 36,500 മുതൽ 89,000 വരെ ഉള്ള ഒരു സ്കെയിൽ ഓഫ് പേ ആണ് ഓഫർ ചെയ്യുന്നത്. ഇതൊരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേ തന്നെയാണ് ഇതിൽ കാണുന്നത്. ഇപ്പം നിലവിൽ 2 വേക്കൻസിയാണ് കാണുന്നത്. എന്നാൽ നമുക്കിതിൻ്റെ പ്രീവിയസ് എക്സാമിനെ കുറിച്ച് നോക്കിയാലോ, എന്താണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്ന്. ഇതിൻ്റെ പ്രീവിയസ് കാറ്റഗറി നമ്പർ 198/2020 ആയിരുന്നു. ഇതിൻ്റെ എക്സാം കഴിഞ്ഞ് ഇപ്പം നിലവിൽ 65 അഡ്വൈസസുകൾ പോയിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ നിലവിൽ ഇപ്പോൾ ഓൾറെഡി ആ ലിസ്റ്റ് നിൽപ്പുണ്ട്. ആ ലിസ്റ്റിൽ മൊത്തം 223 ആളുകളെ ലിസ്റ്റിലുണ്ട്. അതിൽ മെയിൻ ലിസ്റ്റിൽ 103 ആളുകളും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 120 ആളുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 72 ആണ്. വളരെ ഒരു ഹൈ ആയിട്ടുള്ള ഒരു കട്ട് ഓഫ് തന്നെയായിരുന്നു ഈ ഒരു എക്സാമിന് ഉണ്ടായിരുന്നത്. മെയിൻ ലിസ്റ്റിൽ കയറാനായിട്ട് 72 മാർക്ക് സെക്യൂർ ചെയ്യണമായിരുന്നു. അതിൽ 103 ആളുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ കേരള PSC ത്രൂ ആ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 65 വേക്കൻസീസ് ഫില്ലായിട്ടുണ്ട്. അതായത് 65 അഡ്വൈസസുകൾ പോയിട്ടുണ്ട്. അപ്പം ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ഫില്ലായിട്ടുണ്ട്. അപ്പം അതേസമയം ആ എക്സാം വന്നപ്പം 4 വേക്കൻസീസ് എന്നാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കണ്ടത്. ഇപ്പം നിലവിൽ ഇതുവരെ ലിസ്റ്റ് എക്സ്പയർഡ് ആയിട്ടില്ല. ആ ലിസ്റ്റ് 65 വേക്കൻസീസ് ഫില്ലായിട്ടുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതൊരു നല്ലൊരു ഒരു തോട്ട് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു എക്സാം എന്ന് പറയുന്നത്. ബിക്കോസ് ഇപ്പം നിലവിൽ 2 വേക്കൻസീസ് ആണെങ്കിലും ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു ബൾക്ക് എമൗണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഓൾറെഡി കലണ്ടർ വന്നിട്ടുണ്ട്. എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്തു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡിസംബർ 3-ന് രാവിലെ 7 മണിക്കാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ആ എക്സാമിൽ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കേരള PSCയുടെ സൈറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതാണ് 031/2024 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് വൈഡ് ആണ്. കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ്. ആൻഡ് ഇതിൻ്റെ എക്സാം ഡേറ്റ് ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ 3/12/2025 വെനസ്ഡേ ആണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അഡ്മിഷൻ ടിക്കറ്റ് നവംബർ 19 മുതൽ നിങ്ങളുടെ പ്രൊഫൈൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ഇതൊരു 100 മാർക്കിൻ്റെ OMR എക്സാം തന്നെ ആയിരിക്കും. ഇതിൻ്റെ സിലബസും അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് 9,238 പേരായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ കൺഫർമേഷന് ശേഷം അത് 5,020 റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു സ്പെഷ്യലായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം 9,000 പേരോളം അപ്ലൈ ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ പ്രീവിയസ് ടൈമിൽ 17,000 പേര് അപ്ലൈ ചെയ്തിരുന്നു. ആ എക്സാമിനാണ് ഈ തവണ വെറും 9,000 പേരെ അപ്ലൈ ചെയ്തുള്ളൂ. ഇപ്പം നിലവിലെ സ്റ്റാറ്റസ് 5,020 പേര് മാത്രമേ ഉള്ളൂ ഇതിന് കൺഫർമേഷൻ കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ കുറച്ചുകൂടെ ഒരു നമ്പർ കുറയാനായിട്ടാണ് ചാൻസ്.
ഒരു 4000 പേരൊക്കെ ഉള്ളൂ എക്സാം എഴുതാനായിട്ട്, അല്ലെങ്കിൽ 4000 സംതിങ്, ഒരു 4500-അപ്പുറം കിടക്കുമെന്ന് തോന്നുന്നില്ല. അത്രയും ആളുകളെ ഈ എക്സാം അപ്പിയർ ചെയ്യാൻ പോകുന്നുള്ളൂ, അത് ഉറപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഗോൾഡൻ ചാൻസ് ആണ്. ഇന്നത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ October 18 ആണ്. എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് December 3 ഒരു നിയർലി 45 ഡേയ്സ് നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ഈസി ആയിട്ട് കിട്ടും. അതിൻ്റെ സിലബസ് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. ആ സിലബസ് ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ, അതിൻ്റെ വീഡിയോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യൂ. ആൻഡ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ചെയ്യുവാണ്. ആൻഡ് നിങ്ങൾ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക സീരിയസ് ആയിട്ട് തന്നെ. താങ്ക് യു.